ശുശ്രൂഷ, ഇപ്പൊ പറയുന്നു ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, അത് തേജസ്സുള്ളതായിരുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അത് പുതിയ നിയമ ശുശ്രൂഷയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. തേജസ്സേറിയതായിരിക്കും എന്ന് പൗലോസ് പറയുന്നു. അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി. അതിന്റെ അർത്ഥം എന്താ? തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി എന്ന് വെച്ചാൽ, അതിമഹത്തായ തേജസ് എന്ന് പറയുന്നത് പുതിയ നിയമം. ആ പുതിയ നിയമത്തിന് അതിമഹത്തായ തേജസ് ഉള്ളതുകൊണ്ട് പഴയ നിയമത്തിന് അത്രമാത്രം തേജസ് ഇല്ലാത്തത് കൊണ്ട് അധികം തേജസ് ഉള്ളത് വന്നപ്പോൾ കുറഞ്ഞ തേജസ് ഉള്ളതിന് വലിയ പ്രാധാന്യമില്ലെന്നായി. ഉദാഹരണം പറഞ്ഞാൽ, കറണ്ടില്ലാത്തൊരു മുറിയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് കറണ്ട് വന്നു. പെട്ടെന്ന് കറണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും മെഴുകുതിരിയെ ശ്രദ്ധിക്കാൻ പോകത്തില്ല. പിന്നെ എല്ലാവരും ട്യൂബ് ലൈറ്റിനെ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പൊ ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചത്തിന്റെ മുമ്പിൽ മെഴുകുതിരിയുടെ വെളിച്ചം ഒന്നുമില്ലെന്നായിപ്പോയി. അപ്പൊ ആരും അതിനെ ശ്രദ്ധിക്കാതെയായി. അപ്പൊ അതിന്റെ വെളിച്ചത്തിന് പ്രാധാന്യതയില്ലെന്നായി. അതിന് വെളിച്ചമില്ല എന്നല്ല പറയുന്നത്, അതിന്റെ വെളിച്ചത്തേക്കാൾ അധികം വെളിച്ചമുള്ള വെളിച്ചം വന്നപ്പോൾ ഇതിന്റെ വെളിച്ചത്തിന് പ്രാധാന്യത കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അതാണ് തിരുവചനം ഉദ്ദേശിക്കുന്നത്. അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുന്നത്, നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ. പൗലോസ് പറയുകയാണ്, പഴയ നിയമം നീക്കം വരുന്നത് ആയിരുന്നു, അത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ. അപ്പൊ പഴയ നിയമത്തിന് നീക്കം വരേണ്ടത് ആവശ്യമാണെന്നൂടെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും? അത് പുതിയ നിയമത്തെ പറ്റി പറഞ്ഞേക്കുന്നത്. പഴയ നിയമം നീക്കം വരേണ്ടതും പുതിയ നിയമം നിലനിൽക്കേണ്ടതുമാണെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. അപ്പൊ നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം, നീങ്ങിപ്പോകുന്നത് എന്താ? ഓൾഡ് ടെസ്റ്റ്മെന്റിനെ പറ്റിയും ദ ലോയെ പറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം എടുത്തിട്ടു. മോശ സീനാമലയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം തന്റെ മുഖത്തേക്ക് നോക്കി. തന്റെ മുഖത്തിന് ഭയങ്കര ശോഭയുണ്ടായിരുന്നു. അപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്റെ മുഖത്തിന്റെ തേജസ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകും. അത് പോകാതിരിക്കാൻ വേണ്ടി പെട്ടെന്നൊരു മൂടുപടം തന്നെ എടുത്തിട്ടു. അപ്പൊ പൗലോസ് ഇവിടെ പറയുകയാണ്, മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന്റെ 14-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ അവരുടെ ഹൃദയത്തിന്മേലിരിക്കുന്നു. അപ്പൊ ഈ സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളായ നിങ്ങൾ പഴയ നിയമം കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ മോശ തന്റെ മുഖത്തിട്ട മൂടുപടം നിങ്ങളുടെ ഹൃദയത്തിന്മേൽ വരും. ആ മൂടുപടം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് സത്യവാനാകുന്ന യേശുവിനെ കാണാൻ പറ്റത്തില്ലെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കണം, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. അപ്പൊ പഴയ നിയമം വായന നിർത്തി പുതിയ നിയമത്തിലേക്കും ക്രിസ്തുവിലേക്കും തിരിയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കിടക്കുന്ന മൂടുപടം മാറി നിങ്ങൾക്കെല്ലാം നേരിട്ട് കാണത്തക്ക രീതിയിലാകുമെന്നാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. അതിന്റെ 15-ാമത്തെ വാക്യം, മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ആദ്യം പറയുന്നു, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. രണ്ടാമത് പൗലോസ് വീണ്ടും ഉറപ്പിച്ച് പറയാണ്, മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും. മോശയുടെ പുസ്തകം എന്ന് പറയുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. എന്നാൽ കർത്താവിലേക്ക് തിരിയുമ്പോഴോ ആ മൂടുപടം മാറിപ്പോകുന്നു. അപ്പൊ പൗലോസ് ഇവിടെ വളരെ കൃത്യമായി ഉറപ്പിച്ച് പറയുന്ന പ്രധാനമായ ഒരു കാര്യം, പഴയ നിയമത്തിൽ നിന്ന് തിരിഞ്ഞ് നമ്മളെല്ലാം പുതിയ നിയമത്തിലേക്ക് വരണം എന്ന് തന്നെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ് ഇങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നു: എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ഇപ്പൊ പൗലോസ് ഇവിടെ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്, വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പൊ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ മനുഷ്യന് നീതീകരിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ന്യായപ്രമാണത്താലോ പഴയ നിയമത്താലോ പഴയ നിയമത്തിന്റെ പ്രസംഗം കേൾക്കുന്നതിനാലോ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല, അവനിലൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കണം, ആ പ്രസംഗിക്കുന്നത് വ്യക്തികൾ കേൾക്കണം. 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. എന്നിട്ട് അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ദൈവത്തിന് ജീവിക്കേണ്ടതിനു വേണ്ടി ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും, ന്യായപ്രമാണത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും, ന്യായപ്രമാണത്തിന്റെ എല്ലാ നിയമങ്ങളും ഞാൻ വിട്ടുകളഞ്ഞു. അതിനെപ്പറ്റി എനിക്കിപ്പോൾ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ആകെ അറിയാവുന്നത് യേശുവിനെ മാത്രമാണെന്നാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് അത് വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ താഴോട്ട് വരുമ്പോൾ പൗലോസ് ഇങ്ങനെ 20-ാമത്തെ വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ 21-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടത്. അവിടെ പൗലോസ് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു: ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം: ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. വളരെ ശക്തമായി പൗലോസ് ഈ ലേഖനങ്ങളിൽ മുഴുവൻ ന്യായപ്രമാണത്തിനും പഴയ നിയമത്തിനും എതിരായിട്ട് വളരെ ശക്തമായി എഴുതിയിരിക്കുകയാണ്. മാത്രവുമല്ല, ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോകാതെ വ്യക്തികളെ തിരിച്ചു വരുവാൻ പറഞ്ഞ് വളരെ ശക്തമായി പൗലോസ് എഴുതുന്നു. ഇവിടെ താൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം പൗലോസ് തിരിച്ച് പഴയ സഭകളിൽ വന്ന് നോക്കുമ്പോൾ ആ വ്യക്തികളെല്ലാം ന്യായപ്രമാണത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകുന്നത് കാണുന്നു. അപ്പോൾ അവരോട് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, ന്യായപ്രമാണത്താലാണ് നീതി വരുന്നതെങ്കിൽ യേശുക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ഇപ്പം ന്യായപ്രമാണത്തിന്റെ പ്രസംഗം കേൾക്കുകയും ന്യായപ്രമാണം പ്രസംഗിക്കുകയും ചെയ്യുമ്പം അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, അങ്ങനെയെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ നത്തിങ്. അതുകൊണ്ട് അവന്റെ മരണം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല. ഇതിനെ വളരെ സിമ്പിളായിട്ട് എടുക്കരുതേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം യേശു മരിച്ചത് വെറുതെയല്ലോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണം നിമിത്തം, ആ ക്രൂശീകരണ നിമിത്തമാണ് നമുക്കിതെല്ലാം ലഭിച്ചത്. പുത്രത്വം ലഭിച്ചത്, രക്ഷ ലഭിച്ചത്, മക്കളായി തീരുവാൻ അവകാശവും അധികാരവും ലഭിച്ചത്, പിശാചിനെതിരെ നിൽക്കാനുള്ള അധികാരം ലഭിച്ചത്, സ്വർഗത്തിൽ പോകാനുള്ള അധികാരം ലഭിച്ചത്, യേശുവിന്റെ മടിയിലിരിക്കാനും ഏത് സമയത്തും അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിന്റെ അടുത്ത് ചെല്ലാനുള്ള സുപുത്രത്വത്തിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചത്, ഇതെല്ലാം ലഭിച്ചത് യേശുക്രിസ്തുവിന്റെ മരണം നിമിത്തമാണ്. പക്ഷെ പൗലോസ് ഇവിടെ പറയാണ്, ന്യായപ്രമാണത്താലാണ് നീതി വരുന്നത് എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ മരണം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ന്യായപ്രമാണം ആചരിക്കുകയും അതിലാഗ്രഹിക്കുകയും അതിൽ പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തുവിന്റെ മരണം നിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മായ്ക്കിയത് ആര്? പൗലോസ് തിരിഞ്ഞ് പഴയ സഭകളിൽ ചെന്ന് കഴിയുമ്പോൾ താൻ കാണുന്നത് വീണ്ടും ഇവര് പഴയ നിയമത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അത് കണ്ട് മനസ്സ് വിഷമിച്ച് അരിശം വന്നിട്ട് താൻ വിളിച്ചു പറയണ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യയിലെ സഭയിലെ ജനത്തോട് പറയാ, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കേ. അവരുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ വളരെ വ്യക്തമായി പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും എല്ലാ രീതിയിലും തെളിയിച്ചു കൊടുത്തത് ഒരിക്കൽ.
എന്നിട്ട് ഇപ്പോൾ ചില മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ അവർ വീണ്ടും പഴയ നിയമത്തിന്റെ അടിമത്തത്തിൽ പോകുന്നത് കണ്ട് വിഷമിച്ച് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ആരാ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? ഈ സത്യവാനാകുന്ന യേശുവിൽ നിന്ന് നിങ്ങളുടെ നോട്ടത്തെ മാറ്റി പഴയ നിയമത്തിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിൽ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? ഇത് കൂടോത്രത്തെക്കാൾ ഭയങ്കര ശക്തിയുള്ള സാധനമാണ്, പിശാചിന്റെ വലിയ തന്ത്രമാണ്. യേശുവിൽ നിന്ന് മാറ്റി പഴയ നിയമത്തിലേക്ക് വ്യക്തിയെ കൊണ്ടുപോയി. എന്നിട്ട് അതിന് 2-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? പൗലോസ് ചോദിക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം പൗലോസ് അവരോട് പ്രസംഗിച്ച വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിലുള്ള പുതിയ നിയമത്തിന്റെ പ്രസംഗത്താലോ എന്ന് പൗലോസ് ചോദിക്കുന്നു. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്? ഇതെല്ലാം വെറുതെ അനുഭവിച്ചുവോ? വെറുതെ അത്രയെന്നു വരികിൽ എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ വളരെ ശക്തമായി പൗലോസ് തുറന്നടിക്കുകയാണ്, അവരോട് കൃത്യമായി പൗലോസ് ഉപദേശം കൊടുക്കുകയാണ്, വീണ്ടും ന്യായപ്രമാണത്തിന്റെ ചതിക്കുഴിയിൽ പോയി വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കും. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴിലാകുന്നു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുകയും ന്യായപ്രമാണം പ്രസംഗിക്കുകയും കൊട്ടിഘോഷിക്കുകയും അതിനെപ്പറ്റി എപ്പോഴും പ്രസംഗിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്തിന്റെ അടിയിലാണ്? അവൻ ശാപത്തിന്റെ അടിയിലാണ്. കാരണം ക്രൈസ്റ്റ് ഡൈഡ് ഫോർ നത്തിങ്. യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് അവനൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം അവൻ വിശ്വസിക്കുന്നതും അവൻ പ്രസംഗിക്കുന്നതും ന്യായപ്രമാണമായതുകൊണ്ട് അവൻ ശാപത്തിലാകുന്നു എന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാം അവൻ അനുസരിക്കേണ്ടി വരും, ഇത് പ്രമാണിക്കാൻ, ഇതിനെപ്പറ്റി പ്രസംഗിക്കുന്നവൻ, അല്ലെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. 11-ാം വാക്യം, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരത്തിനുമേൽ തൂങ്ങുന്നവല്ല ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അപ്പൊ ഇനി നമുക്ക് ന്യായപ്രമാണത്തിന്റെ ശാപമില്ല. യേശുക്രിസ്തു നമ്മുടെ ശാപത്തെ തന്റെ മേൽ വഹിച്ച് താൻ തന്നെ ശാപമായി തീർന്നു. നമ്മുടെ ശാപം താൻ തന്റെ ശരീരത്തിൽ വഹിച്ചു. അപ്പൊ നമുക്കിനി ശാപമില്ല. നമ്മുടെ ശാപത്തെ അവൻ വിലയ്ക്ക് വാങ്ങി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യം, അതിൽ വളരെ വ്യക്തമായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ജീവിപ്പിക്കുവാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അപ്പം ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണമല്ല അന്ന് നൽകിയിരുന്നത്. ആ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ആയിരുന്നു നൽകിയിരുന്നതെങ്കിൽ അത് വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു എന്ന് പൗലോസ് പറയുന്നു. അപ്പം അതിനകത്ത് ന്യായപ്രമാണം വായിക്കുന്നതിനാലും ന്യായപ്രമാണം അനുസരിക്കുന്നതിനാലും അതിനാലും ജീവൻ ഉണ്ടാകുന്നില്ല.